ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പോസ്റ്റ് സ്ട്രക്ചറലിസവും ഡീകൺസ്ട്രക്ഷനുമാണ്. നമ്മളിപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ലിറ്റററി തിയറിയിൽ നമ്മൾ മെയിനായിട്ടും മോഡേണിസം പഠിച്ചു. ആദ്യം സ്റ്റാർട്ട് ചെയ്തത് 1890s ആ ഒരു ഫിൻഡിസൽ മൂവ്മെന്റിന്റെ തുടക്കം, ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ മോഡേണിസത്തിലേക്കുള്ള ട്രാൻസിഷൻ, പിന്നെ റിയലിസം നമ്മൾ നോക്കി. അതിനുശേഷം നമ്മൾ മോഡേണിസത്തിലേക്ക് വന്നു. മോഡേണിസത്തിന്റെ മേജർ ആയിട്ടുള്ള ട്രെൻഡ്സും റൈറ്റേഴ്സിനെ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ പോസ്റ്റ് മോഡേണിസം ഡിസ്കസ് ചെയ്തു, മേജർ റൈറ്റേഴ്സിനെ ഡിസ്കസ് ചെയ്തു, എന്താണ് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ടെൻഡൻസീസ് എന്തൊക്കെയാണ്, മേജർ വർക്കുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം കണ്ടു. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് മോഡേണിസം പഠിച്ചപ്പോൾ നമ്മൾ, അല്ലെങ്കിൽ മോഡേണിസം പഠിച്ചപ്പോൾ നമ്മൾ കണ്ടായിരുന്നു, അത് മെയിൻ ആയിട്ടും ഒരു ലിറ്റററി മൂവ്മെന്റിനെ കാലുമുപരിയായിട്ട് it was a pan movement. It actually influenced or came across almost all the fields of arts and literature. പെയിന്റിങ്സിലും സ്കൾപ്ചറിലും ഒക്കെ ഇത് വളരെ എന്താ പറയുക, ഡീപ്പായിട്ട് റിഫ്ലക്ട് ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ മോഡേണിസം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പെയിന്റിങ്ങിൽ നിന്നാണ്. മേജർ പെയിന്റേഴ്സ് ആയിരുന്നു അതിന്റെ പൈനിയേഴ്സ് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് അത് ലിറ്ററേച്ചറിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ലിറ്ററേച്ചറിലേക്ക് വരികയും ചെയ്തത്. സോ ഈ കൾച്ചറൽ, ബ്രോഡായിട്ടുള്ള കൾച്ചറൽ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ ലിറ്റററി മൂവ്മെന്റ്സിനെ എല്ലാം നമ്മൾ ഡീൽ ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസം അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന 1960s അവസാനം മുതൽ തുടങ്ങിയ മേജറായിട്ട് ലിറ്റററി ക്രിറ്റിസിസത്തിന്റെ, ലിറ്റററി തിയറിയുടെ ഒരു പോർഷനിലേക്ക് നമ്മൾ കിടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രക്ചറലിസം പഠിച്ചു. സ്ട്രക്ചറലിസത്തിന് ശേഷമാണ് നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസം വരുന്നത്. കാരണം പോസ്റ്റ് സ്ട്രക്ചറലിസം പലപ്പോഴും ഞാൻ തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഇത് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കണ്ടിന്യൂവേഷൻ ഓഫ് സ്ട്രക്ചറലിസം ആൻഡ് അറ്റ് ദ സെയിം ടൈം എ കോൺട്രഡിക്റ്റിംഗ് ഓർ എ കൈൻഡ് ഓഫ് redefining of some of the major tenets of structuralism. So it can also be called as a reaction to structuralist suppositions. സോ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം സ്ട്രക്ചറലിസം ഡീൽ ചെയ്തത്. സ്ട്രക്ചറലിസം എന്താണെന്നും സ്ട്രക്ചറലിസം എന്താണ് സീക്ക് ചെയ്യുന്നതെന്നും അതിന്റെ ലിറ്ററേച്ചറിനോടുള്ള അപ്രോച്ച് എന്തായിരുന്നു എന്നും അതിന്റെ ലിറ്ററേച്ചറിന്റെ പുറത്ത്, അതായത് കൾച്ചറൽ സ്റ്റഡീസ് പോലുള്ള ഫീൽഡുകളിൽ എങ്ങനെയാണ്. ക്ലോവിഡ് ഡെ ലെവി-സ്ട്രോസിനെ നമ്മൾ കണ്ടു, റൊളാണ്ട് ബാർത്തിനെയൊക്കെ കണ്ടു. അവരൊക്കെ മേജർ സ്ട്രക്ചറലിസ്റ്റുകളായിരുന്നു. അവരൊക്കെ ലിറ്ററേച്ചറിനേക്കാൾ ഉപരിയായിട്ട് ലിംഗ്വിസ്റ്റിക്സിന്റെ, അതായത് സൊഷ്യൂർ മുന്നിട്ട് വെച്ച് ലിംഗ്വിസ്റ്റിക്സിന്റെ ആശയങ്ങൾ എങ്ങനെ കൾച്ചർ, അതുപോലെ ഫാഷൻ, അതുപോലെ വേരിയസ് ആയിട്ടുള്ള സോഷ്യൽ കോണ്ടെക്സ്റ്റുകൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചാണ് സ്ട്രക്ചറലിസം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചറലിസം ഒരു വളരെ എന്താ പറയണേ, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. വളരെ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള, വളരെയധികം മറ്റു മൂവ്മെന്റുകളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, ഈവൻ ഫിലോസഫിയെ അല്ലെങ്കിൽ വേൾഡിന്റെ തോട്ടിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു. സോ അതിനുശേഷമാണ് നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഈ ഒരു ലിറ്റററി തിയറിയുടെ ഒരു ഫേസിലേക്ക് നമ്മൾ വരുന്നത്. ഈ ഒരു ഫേസിൽ സ്ട്രക്ചറലിസത്തിന്റെ ഒരുപാട് ആർഗ്യുമെന്റ്സിനെ അല്ലെങ്കിൽ ക്രെഡൻഷ്യൽസിനെ എല്ലാം ഈ പോസ്റ്റ് സ്ട്രക്ചറലിസം വന്ന് ചലഞ്ച് ചെയ്യുകയും ഷെയ്ക്ക് ചെയ്യുകയും അതിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇന്ന് പോസ്റ്റ് സ്ട്രക്ചറലിസവും ഡീകൺസ്ട്രക്ഷനും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നതാണ്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഈ ഒരു ടേബിൾ ഫോമിൽ സ്ട്രക്ചറലിസവും പോസ്റ്റ് സ്ട്രക്ചറലിസവും തമ്മിലുള്ള മേജർ ആയിട്ടുള്ള ഡിഫറൻസസ്, ഏതൊക്കെ ഏരിയാസിലാണ് അത് ഡിഫർ ചെയ്യുന്നത് എന്ന് ഞാനൊരു ചെറിയ ടേബിളിന്റെ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ പല കാര്യങ്ങൾ ഇതിൽ ക്ലിയർ ആയിരിക്കില്ല. പക്ഷേ ബൈ ആൻഡ് ബൈ നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസം പഠിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷനെ കുറിച്ച് നമ്മളൊരു വ്യക്തമായ ധാരണ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, സ്ട്രക്ചറലിസത്തിന്റെ ഫീച്ചേഴ്സ് ഞാനൊന്ന് ജസ്റ്റ് ബ്രീഫ്ലി വായിക്കാം. സ്ട്രക്ചറലിസം ഓൾവേസ് approves of parallels and echoes, അല്ലെങ്കിൽ they are always searching for parallels and echoes. Parallels എന്ന് പറഞ്ഞു. സ്ട്രക്ചറലിസത്തിലെ ഒരു മേജർ, ക്ലൗഡി ലെവി-സ്ട്രോസിന്റെ തന്നെ ഒരു ആർഗ്യുമെന്റ്, മിത്തുകളെ കുറിച്ചുള്ള ഒരു ആർഗ്യുമെന്റ് ഈഡിപ്പസ് മിത്ത് അനലൈസ് ചെയ്തപ്പോൾ തന്നെ അയാൾ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് എന്താണെന്ന് വെച്ചാൽ, വി ആർ സെർച്ചിങ് ഫോർ പാരലൽസ് അല്ലെങ്കിൽ റെക്കറിംഗ് പാറ്റേൺസ്, മോട്ടീവ്സ്, റെക്കറിംഗ് ആയിട്ടുള്ള പാറ്റേൺസോ മോട്ടീവ്സ് അല്ല ആർക്കിടൈപ്സ്, അതിനെയാണ് ആർക്കിടൈപ്സ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചാണ് ക്ലോവിഡ് ലെവി-സ്ട്രോസ് ശരിക്കും മിത്ത് ക്രിറ്റിസിസത്തിൽ ഒക്കെ നടത്തുന്നത്. സോ പാരലൽസും ഇക്കോസിനും വേണ്ടിയിട്ടുള്ള ഒരു സെർച്ചാണ് സ്ട്രക്ചറലിസം. അതായത് they actually believe that there is an inherent structure
in everything which is capable of giving us meaning about something. So considering a text, they might be arguing that there is a particular structural unity for every text, or a structural format for every text. So if you are reading through that structural format, we will be able to um, understand the meaning, or maybe we will be able to conceive the meaning that this text is trying to convey with us. So they are searching for parallels and echoes. So balance ഒരു മറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ആണ് സ്ട്രക്ചറലിസത്തിന്റെ. They always believe that stability, they always believed in stability in the sense meaning is something that is conceivable, meaning is something that is possible. So when there is a meaning, meaning is only possible when there is a balance. സോ ബാലൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇംബാലൻസുകൾക്കെതിരെയാണ് സ്ട്രക്ചറലിസം. കാരണം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ സിനോണിം ഫോർ ബാലൻസ്. If you're telling that something has a structure, we are quite sure that that thing is in order, or that thing is in correct shape. So that is what we understand by the term balance. Coming to another feature, reflection and repetition. Reflection, repetition, ഞാൻ നേരത്തെ പറഞ്ഞ ആർക്കിടൈപ്പിന്റെ ഫീച്ചർ തന്നെയാണ്. വേൾഡ് ഈസ് ലൈക്ക് സംതിങ് ലൈക്ക് റിപ്പീറ്റിംഗ് ഓർ റിഫ്ലക്റ്റിംഗ് കണ്ടിന്യൂസ്ലി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. അതിനുശേഷം സിമെട്രി ഇൻ ദ സെൻസ്, സിമെട്രി എന്ന് പറഞ്ഞാൽ അതും ഒരു ഓർഡർ അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ദർ ഈസ് എൻ ഓർഡർ, ദർ ഈസ് എൻ ഇൻഹറന്റ് ഓർഡർ ഫോർ എവറിത്തിങ്. ദ ഓൺലി തിങ് ദാറ്റ് ഈസ് ലെഫ്റ്റ് ടു us is to find that order. അതിനുശേഷം സ്ട്രക്ചറലിസ്റ്റുകൾ ദേ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺട്രാസ്റ്റ് ബേസിക്കലി ഇൻ ലാംഗ്വേജ്. ബിക്കോസ് നമുക്കറിയാം സ്ട്രക്ചറലിസം ഒറിജിൻ ചെയ്യുന്നത് ലാംഗ്വേജ് തിയറിയിൽ നിന്നാണ്, പ്രത്യേകിച്ച് സൊഷ്യൂറിന്റെ തിയറിയിൽ നിന്നാണ്. സൊഷ്യൂറിന്റെ തിയറി വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, സൊഷ്യൂർ തന്നെ ആർഗ്യൂ ചെയ്യുന്നത് മീനിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫ്രം കോൺട്രഡിക്ഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസസിൽ നിന്നാണ് മീനിങ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ സ്ട്രക്ചറലിസ്റ്റ് ആർ മെയിൻലി ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺട്രഡിക്ഷൻസ്, ദീസ് കോൺട്രഡിക്ഷൻസ്, ഈ ഒരു ഡിഫറൻസ് എന്ന് പറയുന്ന അതിലെ കോൺട്രഡിക്ഷൻസ്. അതിലുമുപരിയായിട്ട് ഈ കോൺട്രഡിക്ഷൻ എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്ന മറ്റൊരു സംഭവമാണ് ഡൈക്കോട്ടമീസ് എന്ന് പറയുന്നത്, വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത്. സോ സ്ട്രക്ചറലിസ്റ്റുകൾ വളരെ സ്ട്രോങ് ആയിട്ട് ഫേം ആയിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് ആണ് ദ വേൾഡ് ഈസ് ആക്ച്വലി കൺസ്ട്രക്റ്റഡ് ഓഫ് ബൈനറീസ്. നേച്ചർ കൾച്ചർ, അവിശ്വസിനെ നേച്ചർ കൾച്ചർ അനലൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൽ ഫീമെയിൽ, നൈറ്റ് ഡേ. സോ ലാംഗ്വേജിന്റെ സ്ട്രക്ചറും അങ്ങനെ തന്നെ. ഈ ഡൈക്കോട്ടമീസിലാണ് ലാംഗ്വേജും നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഡൈക്കോട്ടമീസിനെയാണ് ഈ കോൺട്രാസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പാറ്റേൺസ്, ഞാൻ ഓൾറെഡി പറഞ്ഞു, പാരലൽസ് പറഞ്ഞപ്പോൾ പാറ്റേൺസ് പറഞ്ഞു, റെക്കറിംഗ് പാറ്റേൺസ്. അടുത്തത് ടു ഷോ ടെക്സ്റ്റുവൽ യൂണിറ്റി. അതായത് സ്ട്രക്ചറലിസ്റ്റുകളുടെ അൾട്ടിമേറ്റ് പേർപ്പസ് എന്ന് പറയുന്നത് ടു ഷോ ടെക്സ്റ്റുവൽ യൂണിറ്റി ആണ്. അതായത് they want to argue and they want to prove that there is a unity in every text. So whatever different that text is, there is a unity, there is an inherent unity that can be traced in every text. ഇനി പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ നേരെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ആശയങ്ങളാണ് വരുന്നത്. അതിൽ ഒന്ന് പാരലൽസ് ഇക്കോസിന് പകരം they are arguing that there are only contradictions and paradoxes. There are no parallels and echoes. So there are no there is no recurring patterns. Rather, there are only contradictions and paradoxes, especially about language. Language is built in paradoxes. So you can never find something that is being repeated or replicated in the same manner. അടുത്തത് ബാലൻസിന് ഓപ്പോസിറ്റ് ആയിട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ പറഞ്ഞു there is a shift and breaks. So they were telling, structuralists were arguing for balance in literary text, balance in point of view, balance in tenses, balance in time, person, identity. But when it comes to post-structuralism, നമുക്ക് അറിയാം post-structuralism, they're always arguing for break. They are arguing for frame breaks. They are arguing for fragmented point of views. They are arguing for fractions of time. They are arguing for indifferent or indefinite identities and subjectivities. So they are always standing for fragmentation. ഓക്കെ, ഇനി അടുത്തത് റിഫ്ലക്ഷൻ റെപ്പിറ്റേഷന് പകരമായിട്ട് കോൺഫ്ലിക്റ്റുകളാണ്. റിഫ്ലക്ഷനും റെപ്പിറ്റേഷനും, അതായത് റെപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടറല്ല, എവറിത്തിങ് ഈസ് ഇൻ എ ലൂപ്പ് എന്ന് പറയുന്നത് പോലെയാണ് സ്ട്രക്ചറലിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്നത്. പക്ഷേ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റിലേക്ക് വരുമ്പോൾ ദർ ഈസ് ഓൺലി കോൺഫ്ലിക്റ്റ്. ദർ ഈസ് നോ റെപ്പിറ്റേഷൻ ബട്ട് ദർ ഈസ് കോൺഫ്ലിക്റ്റ്. ദർ ഈസ് ഓൾവേസ് കണ്ടിന്യൂയിങ് പെർസിസ്റ്റിംഗ് കോൺഫ്ലിക്റ്റ്. അടുത്ത സിമെട്രി അതായത് സ്ട്രക്ചർ ഫോം, അതാണ് സിമെട്രി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റിലേക്ക് വരുമ്പോൾ ദേ ആർ ടെലിംഗ് ദാറ്റ് meaning is not produced out of a symmetric form of language. Rather, meaning is produced out of the absence of language. നമ്മൾ പറയുന്ന ഡിഫറൻസിനെ കുറിച്ച് നമ്മൾ ലാംഗ്വേജ് ഈസ് മീനിങ് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ഡിഫറൻസസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റിലേക്ക് വരുമ്പോൾ അക്കോർഡിംഗ് ടു ഡെറിഡ ആൻഡ് ഓൾ,
they're telling that absence of particular meaning is actually, it is not the different from a particular thing, but rather the absence of a particular thing or absence of a particular meaning is actually producing or making the meaning possible. So they are looking for omissions and absences. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കോൺട്രാസ്റ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് ലിംഗ്വിസ്റ്റിക് ക്വാക്സ്. ഇത് ഞാൻ പറഞ്ഞ ലാംഗ്വേജ് ഇസ് പ്രൊഡ്യൂസിങ് മീനിങ് ഔട്ട് ഓഫ് ഡിഫറൻസസ് എന്ന് പറയുന്ന ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക് തിയറിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് സുഷൂറിന്റെ. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ ആർഗ്യൂ ചെയ്യുന്ന ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് ക്വർക്സിനെ കുറിച്ചാണ്. അതായത് ലിംഗ്വിസ്റ്റിക് ക്വർക്സ് എന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക് എന്താ ഇമ്പോസിബിലിറ്റീസ്, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റാത്ത ചില ചില ബ്രേക്ക് ഡൗൺസ് ലാംഗ്വേജിൽ നടക്കുന്നുണ്ട് എന്നാണ് ദരിദ്ര പോലുള്ള പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റുകൾ പറയുന്നത്. അത് മീനിങ് എന്ന് പറയുന്നത് ലാംഗ്വേജിന്റെ ഗട്ടേഴ്സിൽ നിന്നുണ്ടായി വരുന്ന ഒരു സംഭവമാണ്. അതായത് ലാംഗ്വേജ് ഈസ് ഇമ്പോസിബിൾ ടു കൺസിസ്റ്റ് ഇൻ എ പർട്ടിക്കുലർ യൂണിറ്റി ഓർ in a particular structured form. So there are always problematic points in language. There is always unsolvable problematic points and breaks in language, lacks in language. അടുത്തത് പാറ്റേൺസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അപ്പോറിയയാണ് പറയുന്നത്. അപ്പോറിയ മീൻസ് ഡെഡ് ലോക്ക് എന്നാണ്. അത് ഞാൻ വരുമ്പോൾ ഡിസ്കസ് ചെയ്യും. അപ്പോറിയ ഡെഡ് ലോക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലാംഗ്വേജ് ഈസ് ഓൾവേസ്, the meaning that is produced in language is always coming out of an impossible combination or impossibility of meaning. അതായത് മീനിങ് ഇല്ലായ്മയിൽ നിന്നാണ് പലപ്പോഴും മീനിങ് ഉണ്ടായി വരുന്നതെന്ന് പറയാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് അവസാനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. അതായത് ടു ഷോ ദ ടെക്സ്ച്വൽ ഡിസ്യൂണിറ്റി. സോ അതാണ് ഫണ്ടമെന്റൽ ആയിട്ടും സ്ട്രക്ചറലിസം പോസ്റ്റ് സ്ട്രക്ചറലിസം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. While post-structuralists are trying to show the textual unity of text, post-structuralists are trying to show the textual disunity. The disunity, the disarray that is there in the text. Okay, അതാണ് ബ്രീഫ്ലി ഇത് തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. We will come back, we will revisit this slide and we will try to explain it more understandingly once we cover the whole portion. Both these movements. ഇനി പോസ്റ്റ് സ്ട്രക്ചറലിസം. പോസ്റ്റ് സ്ട്രക്ചറലിസത്തെ കുറിച്ച് കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, എവിടെയാണ് തുടങ്ങിയത്, ആരാണ് പ്രൊപ്പോണൻസ്, ആരാണ് പൈനിയർ, ഏത് കാലഘട്ടത്തിലാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം. ഒന്ന്, a broad variety of critical perspectives and procedures that in 1970s displaced structuralism from its prominence as a radically innovative way of dealing with language and other signifying systems. ഓക്കെ, ഇതൊരു ഡെഫിനിഷൻ പോലെ ഒരു സാധനമാണ്. എന്താണ് പോസ്റ്റ് സ്ട്രക്ചറലിസം? പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ആണ്, ഒരു പ്രൊസീജിയർ ആണ്. Okay, broadly, it is a broad variety of critical perspectives and procedures that in 1970s displaced structuralism. Basically, it displaced structuralism from its prominence. നമുക്കറിയാം 50s-ഉം 60s-ഉം ആണ് സ്ട്രക്ചറലിസത്തിന്റെ ഹെഡ് എന്ന് പറയുന്നത്. ആൻഡ് റാഡിക്കലി ഇന്നോവേറ്റീവ് ഓഫ് ഡീലിംഗ് വിത്ത് ലാംഗ്വേജ്. സോ ബേസിക്കലി ഇത് സ്ട്രക്ചറലിസ്റ്റുകൾ ചെയ്തതുപോലെ തന്നെ ഒരു ലിംഗ്വിസ്റ്റിക് അപ്രോച്ച് തന്നെയാണ് ഇതും. സോ ദേ റാഡിക്കലി ചേഞ്ച്ഡ് ഓർ റാഡിക്കലി altered the propositions of structuralism on certain grounds actually. So that is they are also actually looking into various tropes like culture, various areas like culture, literature, arts, everything, whatever things were dealing with the were dealt with the structuralism were also dealt with the post-structuralism. Okay, Jacques Derrida's paper on structure, sign and play in the discourse of human sciences, delivered in 1966 to an international colloquium at Johns Hopkins University, inaugurated this approach. So this approach was basically inaugurated, or maybe if you are asking what is the point of beginning for this the larger movement, we can say that the point at which this movement was hooked in was in 1966 when Derrida, who was invited by the Johns Hopkins University's Department of Philosophy to celebrate the glory of structuralism, actually the glory of structuralism. So he presented there his seminal paper titled Structure, Sign and Play in the Discourse of Human Sciences, which actually turned out to be something that is gravely opposing structuralism. So it was a contradiction that actually, though they conducted the colloquium in order to celebrate the prominence of structuralism, and turned out to be the biggest moment of disappointment for structuralism and the biggest moment for demolition of structuralism by replacing it with a new movement called or a succession of it called
post-structuralism. Okay, so the structure, sign and play in discourse of human science important ആണ്. He attacked Derrida attacked structuralism. പ്രത്യേകിച്ച് ക്ലൗഡിയ ലെവി-സ്ട്രോസിന്റെ സൊഷ്യൂറിയൻ ലിംഗ്വിസ്റ്റിക് അപ്രോച്ചസിനെയാണ് ശരിക്കും ഈ ഒരു എസ്സേയിൽ ഡെറിഡ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ലെവി-സ്ട്രോസ് വാസ് ഓൾസോ പ്രസന്റ് അറ്റ് ദാറ്റ് കോൺഫറൻസ്. The notion of systemic structure, whether linguistic or other, proposes a fixed center that serves to organize and regulate the structure, yet itself escapes structurality. So the most problematic aspect that Derrida found out in the arguments of Levi-Strauss was very interesting. It was something about the idea called center. Center in the sense നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മെറ്റീരിയൽ സെന്റർ അല്ല. സെന്റർ എന്ന് പറയുന്നത് ദരിദ്ര ഉദ്ദേശിക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസം പൊതുവെ ഉദ്ദേശിക്കുന്നത് ഒരു വാലിഡേറ്റിംഗ് ഏജൻസിയാണ്. അതായത് എല്ലാത്തിനും നമ്മൾ ഉത്തരം തേടി പോകുന്ന ഒരു ഏജൻസി, എല്ലാത്തിനെയും ലെജിറ്റമൈസ് ചെയ്യുന്ന, എല്ലാത്തിനെയും ലീഗലൈസ് ചെയ്യുന്ന ഒരു ഏജൻസി. ഫോർ ഇൻസ്റ്റൻസ്, ലോ എന്ന് പറയുന്നത് ഒരു വലിയ ഫീൽഡ് ഓഫ് മീനിങ് ആണെങ്കിൽ, നോളജ് ആണെങ്കിൽ അതിനെ വാലിഡേറ്റ് ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഒരു ലീഗൽ സിസ്റ്റമാണ്. അല്ലെങ്കിൽ വി ക്യാൻ സേ സുപ്രീം കോടതിയാണെന്ന് പറയാം. സോ ദാറ്റ് ഇൻ ദാറ്റ് കേസ്, ഐ മീൻ ഇൻ ദ ഡിസ്കോഴ്സ് ഓഫ് ലോ ദർ ഈസ് സെന്റർ, ദാറ്റ് ഈസ് സുപ്രീം കോടതി. സോ ഇതുപോലെ തന്നെയാണ് സെന്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ റിലീജിയൻ എടുക്കുക, റിലീജിയൻ എന്ന് പറയുന്ന ഡിസ്കോഴ്സ് എടുത്ത് കഴിഞ്ഞാൽ അതിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? ദൈവമാണ്, ഗോഡാണ്. വേരിയസ് ഗോഡ്സ് ആർ ദെയർ. സോ for each religion, their God is actually the center of that റിലീജിയൻ, അല്ലെങ്കിൽ ആ ഒരു ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. സോ ആ ഒരു സെന്ററിനെയാണ് ശരിക്കും ദരിദ്ര ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. ദ നോഷൻ ഓഫ് സിസ്റ്റമിക് സ്ട്രക്ചർ, വെദർ ലിംഗ്വിസ്റ്റിക് ഓർ അതർ, ഏത് രീതിയിലുള്ള സ്ട്രക്ചർ ആയിക്കോട്ടെ, ദ വെരി നോഷൻ ഓഫ് സിസ്റ്റമിക് സ്ട്രക്ചർ പ്രീസപ്പോസസ് എ ഫിക്സഡ് സെന്റർ. ദരിദ്ര പറയുന്നത് എല്ലാ സിസ്റ്റമിക് സ്ട്രക്ചറുകളും, എല്ലാ സ്ട്രക്ചറുകളും ഒരു സെന്ററിനെ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഗോഡ് പോലൊരു സെന്ററിനെ എല്ലാ സ്ട്രക്ചറുകളും, എല്ലാ സോഷ്യൽ, കൾച്ചറൽ ആയിട്ടുള്ള, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ സ്ട്രക്ചറുകളും ഒരു സെന്ററിനെ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ സ്ട്രക്ചറുകളും ഒരു സെന്ററിനെ അസ്യൂം ചെയ്യുന്നുണ്ട്, ഒരു സെന്ററിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് സെർവ്സ് ടു ഓർഗനൈസ് ആൻഡ് റെഗുലേറ്റ് ദ സ്ട്രക്ചർ. ആ സെന്റർ ആണ് ശരിക്കും ആ ഒരു സ്ട്രക്ചറിനെ ഓർഗനൈസ് ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം, ഇഫ് ദാറ്റ് ഈസ് എ സെന്റർ ഓൾസോ, ഈവൻ ഇഫ് ദാറ്റ് ഈസ് എ സെന്റർ ദാറ്റ് എസ്കേപ്സ് സ്ട്രക്ചറാലിറ്റി, അതായത് അതൊരു സെന്റർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ സെന്റർ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിന്റെ ഭാഗമാണെങ്കിൽ പോലും, ആ സ്ട്രക്ചറിന്റെ ഫീച്ചേഴ്സിനെ ആ ഒരു സെന്റർ എസ്കേപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നു. അതായത് ഇപ്പൊ ഗോഡ് എടുത്തു കഴിഞ്ഞാൽ, ഗോഡ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിന്റെ ഭാഗമാണ്. പക്ഷെ ഗോഡ് എന്ന് പറയുന്നത് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത് പല റൂൾസും ലോസും ഉപയോഗിച്ചിട്ടാണ്. അല്ലെങ്കിൽ ആ സ്ട്രക്ചറിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഈ ഫീച്ചേഴ്സ് എല്ലാം ആ സ്ട്രക്ചറിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്, എല്ലാവർക്കും അത് ബാധകമാണ്. പക്ഷെ ഗോഡ് എന്ന് പറയുന്ന ഒരു ക്രീച്ചറിനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നോക്കുക, ഗോഡ് എന്ന് പറയുന്ന ക്രീച്ചർ ഈസ് ടോട്ടലി എസ്കേപ്പിംഗ് ദ സ്ട്രക്ചർ. അതായത് ആ സ്ട്രക്ചറിനുള്ളിൽ അനുശാസിച്ചിരിക്കുന്ന നിയമങ്ങളും അതിന്റെ ഫീച്ചേഴ്സും ഒരിക്കലും ദൈവവുമായിട്ട്, ഐ മീൻ ദൈവത്തിന് ആപ്ലിക്കബിൾ അല്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് ദൈവം എന്ന് പറയുന്നതാണ് അതിന്റെ സെന്റർ, ബട്ട് അറ്റ് ദ സെയിം ടൈം ദൈവം എസ്കേപ്പിംഗ് ദ സെൻട്രാലിറ്റി. അതായത് ആ സ്ട്രക്ചറിന്റെ ഫീച്ചേഴ്സിൽ നിന്നും ദൈവം മാറി നിൽക്കുന്നതുകൊണ്ട് ആ സ്ട്രക്ചറാലിറ്റിയുടെ ഇൻഫ്ലുവൻസ്, അല്ലെ ആ സ്ട്രക്ചറിന്റെ ഇൻഫ്ലുവൻസിൽ നിന്നും ആ സെന്റർ വെളിയിലുമാണ്. ഈ ഒരു പ്രോബ്ലമാറ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിക്കും ദരിദ്ര ഈ ഒരു സ്ട്രക്ചർ, സൈൻ ആൻഡ് പ്ലേ ദ ഡിസ്കോഴ്സ് ഓഫ് ഹ്യൂമൻ സയൻസ് എന്ന് പറയുന്ന എസ്സേയിൽ ആർഗ്യൂ ചെയ്യുന്നതും. ഈ ഒരു സെന്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പിന്നീട് പല രീതിയിലുള്ള കോണ്ടെക്സ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സാധനങ്ങളിലേക്ക് പോവാം. വാട്ട് ഈസ് എ സെന്റർ ഇൻ സൊഷ്യൂറിയൻ ലിംഗ്വിസ്റ്റിക്സ്? എന്താണ് സെന്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് സൊഷ്യൂറിയൻ ലിംഗ്വിസ്റ്റിക്സ് പ്രകാരം എന്താണത്? ദ ഫംഗ്ഷൻ ഓഫ് കൺട്രോളിംഗ് ദ എൻഡ്ലെസ് ഡിഫറൻഷ്യൽ പ്ലേ ഓഫ് ഇന്റേണൽ റിലേഷൻഷിപ്സ് വൈൽ റിമൈനിങ് ഇറ്റ് സെൽഫ് ഔട്ട്സൈഡ് ഓഫ് ഇറ്റ് ആൻഡ് ഇമ്മ്യൂൺ ഫ്രം ദാറ്റ് പ്ലേ. അതായത് ഫംഗ്ഷൻ ഓഫ് കൺട്രോളിംഗ് എൻഡ്ലെസ് ഡിഫറൻഷ്യൽ പ്ലേസ് ഓഫ് ഇന്റേണൽ റിലേഷൻഷിപ്പ്. ഇത് വളരെ പ്യുവർലി ലിംഗ്വിസ്റ്റിക് ടൈമിലാണ് ഈ ഒരു ഡെഫിനിഷൻ ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്താണ് സെന്റർ എന്ന് വെച്ചാൽ ഇതൊരു ഫംഗ്ഷൻ ആണ്, ശരിക്കും ഒരാളല്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയണേ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഒരു ബിൽഡിംഗ് അല്ല, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ല, മറിച്ച് സെന്റർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഫംഗ്ഷൻ ആണ്. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ, ഇറ്റ്സ് ഒരു പ്രവർത്തന രീതിയാണ് സെന്റർ എന്ന് പറയുന്നത്. എ ഫംഗ്ഷൻ ഓഫ് കൺട്രോളിംഗ് ദ എൻഡ്ലെസ് ഡിഫറൻസസ് ഓഫ് പ്ലേ ഇന്റേണൽ ഡിഫറൻഷ്യൽ പ്ലേ ഓഫ് ഇന്റേണൽ റിലേഷൻഷിപ്പ്. അതായത് ഒരു വലിയ സ്ട്രക്ചറിന്റെ ഉള്ളിലെ എൻഡ്ലെസ് ആയിട്ടുള്ള ഡിഫറൻസസിനെ, എൻഡ്ലെസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പാറ്റേൺസിനെ കൺട്രോൾ ചെയ്യുന്ന, ഫംഗ്ഷൻ ചെയ്യുന്ന
ഒരു മേജർ ഫംഗ്ഷൻ ആണ് സ്ട്രക്ചർ സെന്റർ എന്ന് പറയുന്നത്. വൈൽ റിമൈനിങ്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ ഒരു സ്ട്രക്ചറിന്റെ ഫംഗ്ഷനിൽ നിന്നും ഈ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്. ആ സ്ട്രക്ചറിനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും ഈ ഒരു ഫംഗ്ഷനെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് സ്ട്രക്ചർ സെന്റർ ഈസ് അറ്റ് എ ടൈം ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ദ സ്ട്രക്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെന്റർ എസ്കേപ്സ് സ്ട്രക്ചറാലിറ്റി ഓഫ് ദ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അത് വളരെ പ്യുവർലി ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ്. ഇനി അവിടെ നിന്നും ആണ് നമ്മൾ ലോഗോസെൻട്രിസം എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരുന്നത്. ഓർ ഡിപ്പെൻഡന്റ് ഓൺ ദ നോഷൻ ഓഫ് എ സെൽഫ് സർട്ടിഫൈങ് ഫൗണ്ടേഷൻ ഓർ അബ്സല്യൂട്ട് ഓർ എസെൻസ് ഓർ ഗ്രൗണ്ട് വിച്ച് ഈസ് എവർ നീഡഡ് ബട്ട് നെവർ പ്രസന്റ്. അതായത് ലോഗോസെൻട്രിസം എന്ന് പറയുന്ന ടേം നിങ്ങൾക്കറിയാം. ലോഗോസ് എന്ന് പറയുന്ന വേർഡ് എന്നാണ്, ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെർമിനോളജിയാണ് ലോഗോസെൻട്രിസം. അത് ഡെറീഡയുടെ പ്രൊപ്പോസിഷൻ ആണ് ലോഗോസെൻട്രിസം. ഡെറീഡ വേൾഡിനെ വിളിക്കുന്നത് ലോഗോസെൻട്രിക് എന്നാണ്. കാരണം ഡെറീഡയുടെ ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള ആർഗ്യുമെന്റ് പ്രകാരം ലോകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൺസ്ട്രക്ട് ഓഫ് ലാംഗ്വേജ് ആണ്. whatever meaning we have, whatever concepts we have, whatever experiences we have, everything is constituted in a language, in a form of a language, or in the very basic outlines of language, structurality or structure of language. സോ അതുകൊണ്ട് തന്നെ ദേരിത പറയുന്നു ലോകം എന്ന് പറയുന്നത് ലോഗോസെൻട്രിസ് ആണ്, അതായത് വേർഡ് സെന്റേർഡ് ആണ്, ലാംഗ്വേജ് സെന്റേർഡ് ആണ്. സോ ഈ ലാംഗ്വേജ് സെന്റേർഡ്നെസിന്റെ പ്രത്യേകത, ഇത് ലാംഗ്വേജ് ആണ് ഇതിന്റെ സെന്റർ എന്ന് പറയുന്നത്. സോ ഈ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ഓൺ ദ നോഷൻ ഓഫ് സെൽഫ് സർട്ടിഫൈങ് ഫൗണ്ടേഷൻ. ഈ ലാംഗ്വേജ് സ്വന്തമായിട്ട് വാലിഡിറ്റി കൊടുക്കുന്നു, ഐഡിയാസിനും വാല്യൂസിനും വാലിഡിറ്റി കൊടുക്കുന്നു. ഇത് അബ്സല്യൂട്ട് ആയിട്ട് അതിനെ തന്നെ കാണിക്കുന്നു, അത് എസെൻസ് ആയിട്ട് അതിനെ തന്നെ കാണിക്കുന്നു, അത് അതിന്റെ പൂർണ്ണതയായിട്ട് കാണിക്കുന്നു, പൂർണ്ണമായ മീനിങ് നൽകുന്നു എന്ന് പറയുന്നു. സോ ഇത്തരത്തിലുള്ള എല്ലാ ആശയങ്ങളും ചേർന്ന് നമ്മുടെ ലൈഫിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദെറിദ ലോഗോസെൻട്രിക് ആണ് എന്ന് പറയാം. വേൾഡ് ഈസ് എ ലോഗോസെൻട്രിക് വേൾഡ് എന്ന് പറയാൻ കാരണം. ഇനി കമ്മിങ് ടു പോസ്റ്റ് സ്ട്രക്ചറലിസം ഇറ്റ് സെൽഫ്, പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ വൺ ഓഫ് ദ മേജർ എന്താ പറയണേ അപ്രോച്ച് എന്ന് പറയുന്നത് ആന്റി ഫൗണ്ടേഷനലിസം ആണ്. അത് നമ്മൾ പോസ്റ്റ് മോഡേണിസത്തിലും കണ്ടതാണ്. പോസ്റ്റ് മോഡേണിസത്തില് ജം ഫ്രം കോഴ്സിൽ ലേത്താർഡിന്റെ പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ എന്ന് പറയുന്ന വർക്കില് നമ്മൾ ലേത്താർഡിന്റെ പോസ്റ്റ് മോഡേൺ കണ്ടീഷൻ എന്ന വർക്കിൽ നമ്മൾ പോസ്റ്റ് മോഡേണിസത്തിന്റെ ടെൻഡൻസീസിനെ കുറിച്ച് നമ്മൾ കണ്ടു. പോസ്റ്റ് മോഡേണിസത്തിന്റെ ടെൻഡൻസി ഇതിൽ നമ്മൾ സ്കെപ്റ്റിസിസം കണ്ടു. അതുപോലെ തന്നെ അതിനകത്ത് കണ്ട മറ്റൊരു ഫീച്ചറാണ് ആന്റി ഫൗണ്ടേഷനലിസം, അല്ലെങ്കിൽ ഇൻക്രെഡിലിറ്റി ടുവേർഡ്സ് മെറ്റ നറേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സംഭവം. ആന്റി ഫൗണ്ടേഷനലിസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇൻക്രെഡിലിറ്റി ടുവേർഡ്സ് മെറ്റ നറേറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സസ്പീഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് മോഡേണിസത്തിന്റെ ഒരു ഫീച്ചറാണ്. ഫൗണ്ടേഷനലിസം നമുക്കറിയാം, അതായത് ഫൗണ്ടേഷനലിസം എന്ന് പറയുന്നത് സെൽഫ് എവിഡന്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻസിലുള്ള വിശ്വാസമാണ്. സ്വയം റൂൾ ചെയ്യുന്ന അല്ലെങ്കിൽ സ്വയം കൺട്രോൾ ചെയ്യപ്പെടുന്ന ബിഗർ നോളജ് സെന്റേഴ്സിലുള്ള വിശ്വാസമാണ്. ബെസ്റ്റ് എക്സാമ്പിൾ റിലീജിയൻ തന്നെയാണ്. റിലീജിയൻ ഒരു ഫൗണ്ടേഷനലിസ്റ്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. ദൈവം അല്ലെങ്കിൽ റിലീജിയസ് ടെക്സ്റ്റ് ആർ ടേക്കൺ ഓർ കൺസിഡർഡ് ആസ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് മീനിങ്. That means they are unquestionable, they are infallible, considered to be infallible. So അതാണ് ഫൗണ്ടേഷനലിസം എന്ന് പറയുന്നത്. സോ ഈ ആന്റി ഫൗണ്ടേഷനലിസം എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമനിസം അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് പ്രോജക്റ്റിലൂടെ വന്ന ഐഡിയാസ്, അതിനെയൊക്കെ നമ്മൾ പലപ്പോഴും, അതായത് 1960s വരെ, തിയറിയുടെ ഇൻസെപ്ഷൻ വരെയുള്ള ടൈമിൽ വി കൺസിഡർഡ് ദം ആസ് എസെൻഷ്യൽ, ആസ് സോഴ്സസ് of knowledge, അല്ലെങ്കിൽ as classical philosophies they cannot be criticized. ഇപ്പോൾ നമ്മൾ ആർണൾഡിന്റെ ടച്ച് സ്റ്റോൺ മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. അതായത് ആർണൾഡ് ക്ലാസിക്സിനെ എല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പം ക്ലാസിക്കൽ വർക്ക്സിനെ, നമ്മുടെ ഹോമർ, അതുപോലുള്ള വർക്ക്, വേർജിലിനെ എടുക്കുന്നുണ്ട്. അതുപോലുള്ള വർക്കുകളൊക്കെ എടുത്തിട്ട് എന്താണ് ആർണൾഡ് പറയുന്നത്? ആർണൾഡ് പറയുന്നത് ദീസ് വർക്ക്സ് ആർ പാരാമീറ്റേഴ്സ്, ദീസ് വർക്ക്സ് ആർ ഫൗണ്ടേഷൻസ് of the ultimate form of literature, so they cannot be criticized. So when we take and when we study a particular literary work, place this literary work or juxtapose this work with these classical works, അതായത് ക്ലാസിക്കൽ വർക്ക്സിനെ വളരെ അൾട്ടിമേറ്റ് ഫോം ആയിട്ടുള്ള വർക്കായിട്ട് കനോട്ട് ബി ക്രിട്ടിസൈസ്ഡ് എന്നുള്ള ഒരു രീതിയിലാണ് പ്രസന്റ് ചെയ്യുന്നത്. സോ അതും ഒരു തരത്തിലുള്ള ഒരു ഫൗണ്ടേഷനലിസമാണ്. സോ ബേസിക്കലി ഈ ഒരു ഇത്, സോ നമ്മൾ ആന്റി ഫൗണ്ടേഷനലിസത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ആന്റി ഫൗണ്ടേഷനലിസം എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് സെൽഫ് എവിഡന്റ് ഫൗണ്ടേഷൻസ് ദാറ്റ് ഗ്യാരണ്ടി ദ വാലിഡിറ്റി ഓഫ് ഓൾ നോളജ് ആൻഡ് ട്രൂത്ത്. സോ ഫൗണ്ടേഷനലിസം എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷനിലേക്ക് വരുമ്പോൾ,
ഈ ഒരു ഫൗണ്ടേഷൻസ്, അതായത് ഈ സോഴ്സസ് ഓഫ് നോളജ്, ഒറിജിൻ ഓഫ് നോളജ് എന്ന് പറയുന്ന ഈ എല്ലാ രീതിയിലുള്ള ഫൗണ്ടേഷൻസിനെയും അത് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആന്റി ഫൗണ്ടേഷൻസ് എന്ന് പറയുന്നത്. അവർ ആർഗ്യൂ ചെയ്യുന്നത് ദർ ഈസ് നോ ഒറിജിൻ, ദർ ഈസ് നോ സോഴ്സ് ഓഫ് നോളജ്, ദർ ഈസ് നോ അൾട്ടിമേറ്റ് റെപ്പോസിറ്ററി ഓഫ് നോളജ്, ദർ ഈസ് നോ സെന്റർ ഓഫ് നോളജ്. സോ മീനിങ് ഈസ് കൺസ്ട്രക്ട് ഓഫ് വെരി ലാംഗ്വേജ് വിച്ച് സീക്സ് ടു ഡിസ്കവർ ഇറ്റ്. അതായത് മീനിങ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ്, മീനിങ് എന്ന് പറയുന്നത് ലാംഗ്വേജിന്റെ കൺസ്ട്രക്റ്റ് ആണ്. ഈ വെരി ലാംഗ്വേജ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ മീനിങ് അന്വേഷിച്ചു പോകുന്നത്. സോ ഇതൊരു ഒരു എന്താ പറയുന്നത്, ഒരു മെയ്സ് പോലെയാണ്, ഒരു ലൂപ്പ് പോലെയാണ്. അത് ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത മീനിങ്ങിനെ തന്നെ നമ്മൾ ലാംഗ്വേജിലൂടെ അന്വേഷിച്ചു പോവുക. അതുകൊണ്ടാണ് ഡെറിഡ പറയുന്നത് ദർ ഈസ് നത്തിങ് ഔട്ട്സൈഡ് ദ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ലോഗോസെൻട്രിസവും അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് തന്നെയാണ് വരുന്നത്. കാരണം ലോഗോസ്, അതായത് വേർഡ്, ലാംഗ്വേജ് ആണ് സെന്റർ, എല്ലാത്തിന്റെയും സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, മേജർ അഡ്വക്കേറ്റ്സ് ഓഫ് ദിസ് മൂവ്മെന്റ്: ഒന്ന് മിഷേൽ ഫൂക്കോ, രണ്ട് ചെക്കോസ് ലക്കാൻ ആൻഡ് റോളണ്ട് ബാർത്ത്. പിന്നെ അത് കൂടാതെ കുറെ പേരുണ്ട്, ഡെല്യൂസ് ഒക്കെ ഉണ്ട്. അതൊക്കെ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് സ്ട്രീം ഓഫ് തിങ്കിങ്ങിൽ വരുന്ന ആൾക്കാരാണ്. പക്ഷെ മെയിനായിട്ട് നമ്മൾ പറയുന്നത് മേജർ പ്രൊപ്പോണൻസ് എന്ന് പറയുന്നത് ഒന്ന് മിഷേൽ ഫൂക്കോയാണ്. ഫൂക്കോയെ എടുത്തു കഴിഞ്ഞാൽ ഫൂക്കോയുടെ കോൺട്രിബ്യൂഷൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഹിസ്റ്റോറിക്കൽ അനാലിസിസിലാണ്, അത് ഹിസ്റ്ററിയിലാണ് വരുന്നത്. ഫൂക്കോയുടെ ആന്റി ഹിസ്റ്ററി ഡീകൺസ്ട്രക്ട് അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് റീഡിംഗ് ആണ്. ഹിസ്റ്ററിയെ വേറൊരു രീതിയിൽ, അതായത് ഹിസ്റ്ററിയെ ട്രഡീഷണൽ രീതിയിൽ നിന്ന് മാറ്റി, മെറ്റഫിസിക്സ് എന്നാണ് നമ്മൾ ട്രഡീഷണൽ ഹിസ്റ്ററി പറയുന്നത്, മെറ്റഫിസിക്സിൽ നിന്ന് മാറ്റി ഒരു പാരലൽ ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ റീഡിംഗ് ഫൂക്കോ തുടങ്ങി വെച്ചു. അതിലാണ് ഫൂക്കോയുടെ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നത്. അതിലാണ് പുള്ളി എൻലൈറ്റൻമെന്റ് പ്രോജക്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഡിസ്കോഴ്സസ്, വേരിയസ് ഡിസ്കോഴ്സസ്, നോളജ് എങ്ങനെയാണ് ശരിക്കും പവർ അക്യുമുലേറ്റ് ചെയ്യുന്നതെന്നും നോളജ് എങ്ങനെയാണ് പവർ ആവുന്നതെന്നും അതെങ്ങനെ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഹെബർമാസ് ഒക്കെ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഹെജിമണി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ അപ്പാരറ്റസ് എന്ന് പറയുന്ന ആ പവറിന്റെ വേരിയസ് ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെയാണ് ഫൂക്കോ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ലക്കാനെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് എന്ന് വിളിക്കാൻ കാരണം, ഫ്രോയിഡിന്റെ സൈക്കോഅനാലിസിസിന്റെ സ്റ്റാർട്ട് ചെയ്ത് പൈനിയർ എന്ന് പറയുന്ന ഫ്രോയിഡാണ്. ഫ്രോയിഡിന്റെ ആശയങ്ങളെ ലാംഗ്വേജുമായിട്ട് കണക്ട് ചെയ്ത് ഈ ഒരു ഡീകൺസ്ട്രക്റ്റീവ് റീഡിങ് നടത്തിയത് ശരിക്കും ലക്കാനാണ്. അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷന്റെ ഈ ഒരു എലമെന്റ്സ് സൈക്കോ അനാലിസിസിലേക്ക് കൊണ്ടുവന്നത് ലക്കാനാണ്. പ്രത്യേകിച്ച് ഫ്രോയിഡിനെ ഏറ്റവും കൂടുതൽ ഡീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഫെലോസെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചസിനെയാണ്, അത് മെയിൽ സെന്റേഡ്നെസ്സിനെ അല്ലെങ്കിൽ സെക്ഷുവാലിറ്റിയെ സെന്റേഡ് ആക്കിയിട്ടുള്ള സൈക്കോ അനാലിറ്റിക്കൽ അപ്രോച്ചസിനെയാണ്. സോ ലക്കാനിലേക്ക് വരുമ്പോൾ ആ ഒരു ഫോക്കസ് സെന്റർ എന്ന് പറയുന്നത് ലാംഗ്വേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യുവാണ്. ഫ്രം ഫെലോസെൻട്രിസിസം അല്ലെങ്കിൽ ഫ്രം മെയിൽ സെന്റേഡ്നെസ്, ഫ്രം ഇറോസ്, അതിൽ നിന്നും ലാംഗ്വേജ് എന്ന് പറയുന്ന ലാർജർ സ്ട്രക്ചറിലേക്ക് ഈ ഒരു അനാലിസിസിനെ, സൈക്കോ അനാലിസിസിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയണേ, പറിച്ചു നടലാണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ലൊക്കേഷനാണ് നമ്മൾ ലക്കാനിൽ കാണുന്നത്. അതുകൊണ്ടാണ് ലക്കാനെ നമ്മൾ ഒരു ഡീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലെ സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസത്തിന്റെ ഭാഗമായിട്ട് മേജർ ആയിട്ടുള്ള ഈ ഫിഗർ ആയിട്ട് നമ്മൾ കാണുന്നത്. അതിനുശേഷം വരുന്ന റോളണ്ട് ബാർത്സ് ആണ്. റോളണ്ട് ബാർത്സിനെ കുറിച്ച് നമുക്കറിയാം, ഒരു പ്രോമിനന്റ് സ്ട്രക്ചറലിസ്റ്റ് ആയിരുന്നു തുടക്കത്തിൽ. അദ്ദേഹത്തിന്റെ വർക്കുകളിലെല്ലാം ലെവി സ്ട്രോസിന്റെ വർക്കുകളിൽ കാണുന്ന രീതിയിലുള്ള കൾച്ചറൽ അല്ലെങ്കിൽ ഫാഷന്റെ അനാലിസിസ് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കൾച്ചറൽ ഡിസ്കോഴ്സുകളെയാണ് അദ്ദേഹം സ്ട്രക്ചറലിസ്റ്റ് രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം ഡെത്ത് ഓഫ് ദ ഓതറിലേക്ക് വരുമ്പോഴാണ് ബാത്തിന്റെ ശരിക്കുമുള്ള ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു സ്വിച്ച് നമ്മൾ കാണുന്നത്. ഡെത്ത് ഓഫ് ദ ഓതറിൽ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ ഒരു ക്ലാസിക്കൽ എക്സ്പോസിഷൻ ആണ് നമ്മൾ കാണുന്നത്, ഒരു ക്ലാസിക്കൽ എവിഡൻസ്. നമുക്ക് മാസ്റ്റർ പീസ് ഓഫ് പോസ്റ്റ് സ്ട്രക്ചറലിസം എന്ന് വേണേൽ പറയാൻ പറ്റും. കാരണം ടെക്സ്റ്റിൽ നിന്നും ഓതറെ എടുത്തു കളഞ്ഞ്, ഓതറിന്റെ ഡെത്തിനെ പ്രൊക്ലൈം ചെയ്ത് റീഡറിനെ ഓതറിനെ വെച്ച് റോഡറിന്റെ പൊസിഷനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട് റീഡറിനെ വെച്ച്. അതായത് ദ ഒറിജിൻ ഓഫ് ദ ടെക്സ്റ്റ് ഈസ് നോട്ട് ദ ഓതർ ബട്ട് ദ റീഡർ, ദ ഡെസ്റ്റിനേഷൻ ഓഫ് ദ ടെക്സ്റ്റ് ഈസ് ആക്ച്വലി ദ ഒറിജിൻ ഓഫ് ദ ടെക്സ്റ്റ്. പിന്നെ ലാംഗ്വേജ് ടെക്സ്റ്റ് ഈസ് ആക്ച്വലി എ ടിഷ്യൂ ഓഫ് കളക്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എവറി ടെക്സ്റ്റ് ഈസ് ആക്ച്വലി എ പാർട്ട് ഓഫ് ദ ലാർജ് സിസ്റ്റം ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഡീസെൻറ്റേഡ് ലാംഗ്വേജിനെ അല്ലെങ്കിൽ ടെക്സ്റ്റിനെ ഓതർ എന്ന് പറയുന്ന സെന്ററിൽ നിന്നും ഡീസെൻറ്റർ ചെയ്യുന്നതിനായിട്ട് പാത്ത് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ
അതുകൊണ്ടാണ് ബാത്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിനുശേഷം സ്കൂളുകൾ എടുത്തു കഴിഞ്ഞാൽ ഒന്ന് സൈക്കോ അനാലിറ്റിക് മേജർ ആയിട്ടുള്ള സ്ട്രക്ചറലിസ്റ്റ് സ്കൂളുകളാണ്, അല്ല പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് സ്കൂൾ. ഒന്ന് സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസം ഉണ്ട്, രണ്ട് മാർക്സിസ്റ്റ് ക്രിറ്റിസിസം ഉണ്ട്. മാർക്സിസ്റ്റ് ക്രിറ്റിസിസത്തിൽ നമുക്ക് ഫൂക്കോയുടെ ഒക്കെ ആശയങ്ങൾ പെടുത്താൻ പറ്റും. അതിനുശേഷം വരുന്ന ന്യൂ ഹിസ്റ്റോറിസിസം ആണ്, സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റിന്റെ ഒക്കെ ന്യൂ ഹിസ്റ്റോറിസം ഒരു പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് റീഡിങ്ങിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു സ്കൂളാണ്. ഓക്കെ, ഇനി പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ മേജർ സെയിലിയന്റ് ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ മെയിൻ ആയിട്ടും 6 ഫീച്ചറുകളാണുള്ളത്. ഈ 6 ഫീച്ചറും ഗ്ലോസറിയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് ഡിസ്കസ് ചെയ്യുന്നത്. 6 ഫീച്ചറിലൂടെ നമ്മൾ അതിന്റെ പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ മനസ്സിലാക്കും. സോ ദ ഫസ്റ്റ് വൺ, പ്രൈമസി ഓഫ് തിയറി. പ്രൈമസി ഓഫ് തിയറി പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. കാരണം ഇറ്റ് വാസ് എ ഷിഫ്റ്റ് ഫ്രം criticism to theory, and as well as a shift from structuralist traditional theory towards a more renewed refined theoretical approach. അതുപോലെ തന്നെ തിയറി ആസ് സച്ച് ഒരു ഹോൾ എന്നതിനോടുള്ള ഒരു അപ്രോച്ചിലെ ചേഞ്ച് നമുക്ക് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിൽ കാണാൻ പറ്റും. സോ വാട്ട് ഈസ് തിയറി ആക്ച്വലി? ഇൻ ദ ട്രഡീഷണൽ സെൻസ് ഓഫ് എ കോൺസെപ്ച്വൽ സ്കീം or a set of in a traditional sense, a conceptual scheme or a set of principles, distinctions and categories, sometimes explicit but often only implied in the critical practice for defining, identifying, classifying, analyzing, evaluating works of literature. So traditional sense il endana theory ennu ഞാനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. in a traditional sense തിയറി എന്ന് പറയുന്ന ഒരു കോൺസെപ്ച്വൽ സ്കീമാണ്, ഒരു കോൺസെപ്ച്വൽ സ്കീം ഓർ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ് ആണ്, ഡിസ്റ്റിങ്ഷൻസ് ഓർ കാറ്റഗറീസ് ഫോർ ഐഡന്റിഫൈയിങ്, ക്ലാസിഫൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് വർക്ക്സ് ഓഫ് ലിറ്ററേച്ചർ. സോ വർക്ക്സ് ഓഫ് ലിറ്ററേച്ചറിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനും ക്ലാസിഫൈ ചെയ്യുന്നതിനും അനലൈസ് ചെയ്യുന്നതിനും ഇവാലുവേറ്റ് ചെയ്യുന്നതിനുമായിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള കോൺസെപ്ച്വൽ സ്കീമിനെയാണ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസിനെയാണ് അല്ലെങ്കിൽ കാറ്റഗറീസിനെയാണ് നമ്മൾ തിയറി എന്ന് ട്രഡീഷണൽ സെൻസിൽ പറയുന്നത്, ലിറ്റററി തിയറി എന്ന് പറയുന്നത്. കാരണം ലിറ്റററി തിയറി ഇൻ ജനറൽ എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ലിറ്റററി തിയറിയുടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, നമ്മൾ അരിസ്റ്റോട്ടിൽ മുതൽ ലിറ്റററി തിയറി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഒരു 1970s വന്ന തിയററ്റിക്കൽ റിവൈവൽ തന്നെയാണ് നമ്മൾ ഹൈ തിയറി എന്ന് പറയുന്നതും അല്ലെങ്കിൽ മേജർ ആയിട്ട് തിയറി എന്ന് ഉദ്ദേശിക്കുന്നതെങ്കിലും തിയറി ആസ് എ കോൺസെപ്റ്റ് വാസ് ദെയർ ഫ്രം ദ വെരി ബിഗിനിങ് ഇറ്റ് സെൽഫ്. അരിസ്റ്റോട്ടിൽ അല്ലെങ്കിൽ സിഡ്നി, കോൾറിഡ്ജ് ഇവരെല്ലാവരും ഇത് ലിറ്റററി വർക്കുകളെ കുറിച്ചുള്ള തിയററ്റിക്കൽ ഫോർമേഷൻസ് ആണ് നടത്തിയിരുന്നത്. പക്ഷെ നമ്മൾ അതിനെല്ലാം ക്രിറ്റിസിസം എന്നൊരു കാറ്റഗറിയിലാണ് കാണുന്നത് പൊതുവായിട്ടും. പക്ഷെ അരിസ്റ്റോട്ടിൽ കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്, സിഡ്നിയും കുറച്ചുകൂടി ഡിഫറെന്റ്. കാരണം they did not actually take an individual text and analyze, rather they were making some general statements about literature as such, as a field. സോ ഇൻ പോസ്റ്റ് മോഡേൺ സെൻസ് എന്താണ് തിയറി എന്ന് നമ്മൾ കാണാൻ പോകുന്നു. നമ്മൾ ട്രഡീഷണൽ സെൻസിൽ എന്താണ് തിയറി എന്ന് ഓൾറെഡി കണ്ടു. ഇനി പോസ്റ്റ് മോഡേൺ സെൻസിൽ എന്താണ് തിയറി? മെനി ക്രിറ്റിക്സ് ഫെൽറ്റ് ഇറ്റ് ഈസ് നെസസറി ടു തിയറൈസ് ദെയർ ഇൻഡിവിജ്വൽ പൊസിഷൻസ് ആൻഡ് പ്രാക്ടീസസ്. അതായത് പോസ്റ്റ് മോഡേൺ ടൈമിൽ, പോസ്റ്റ് മോഡേണിസത്തിന്റെ സമയത്ത് 60s 70s മെനി തിയററ്റിഷ്യൻസ്, മെനി ഫിലോസഫേഴ്സ് തോട്ട് ദാറ്റ് അവരുടെ ഇൻഡിവിജ്വൽ പൊസിഷൻസ് അല്ലെങ്കിൽ പ്രാക്ടീസ്, അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ അവർ എന്തിനു വേണ്ടിയിട്ടാണ് വാട്ട് ദേ ആർ വർക്കിംഗ് ടുവേർഡ്സ്. So they thought that they want to give an expression to what they are doing and what kind of practices they are actually putting forward, what kind of a position they are taking in the society, whether it is a central left, it is a right, or what do you think about particular things happening in the world. So their positions, so they wanted to make it into a consolidated form of knowledge, very defined form of knowledge. That is why they started theorizing, or designated an account of the general condition of the signification that determine meaning and interpretation in all domain of human action, production and intellection. Okay. ഇനി പോസ്റ്റ് സ്ട്രക്ചറലിസം അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസ്റ്റ് തിയറി, പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറിയെ കുറിച്ച് പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ what might be the very thought that was behind theorizing during the post structuralism. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ these people, like these theoreticians that we have mentioned, they wanted to designate an account of general condition of signification. So what they wanted to do, they wanted to make an account of the general condition of signification. Signification എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ signified signification എന്ന് പറഞ്ഞാൽ മീനിങ് പ്രൊഡക്ഷൻ. അതായത് സിഗ്നിഫിക്കേഷൻ ഹോൾ പ്രോസസ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മീനിങ് പ്രൊഡക്ഷൻ എന്ന ഹോൾ പ്രോസസ്സിനെയാണ് നമ്മുടെ സിഗ്നിഫിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. An account of it. So they wanted to make a general account of the signification that determining meaning and interpretations on all domains. എല്ലാ ഡൊമൈൻസിലുള്ള എല്ലാ ഹ്യൂമൻ ആക്ഷൻസിനെയും പ്രൊഡക്ഷനെയും ഇന്റലക്ഷൻസിനെയും എല്ലാത്തിനെയും കവർ ചെയ്യുന്ന മീനിങ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ എല്ലാ ഫീൽഡിലും ഉള്ള മീനിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന
അല്ലെങ്കിൽ മീനിങ്ങിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന സിഗ്നിഫിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ച് ഒരു അതിന്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫോം ഓഫ് നോളജ് ക്രിയേറ്റ് ചെയ്യണം എന്ന ആശയത്തിൽ നിന്നുമാണ് ശരിക്കും പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ ഡീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറി ഒറിജിൻ ചെയ്യുന്നത്. സോ ഓൾറെഡി ഈ ഒരു സിഗ്നിഫിക്കേഷൻ പ്രോസസ്സ് തന്നെയാണ് സ്ട്രക്ചറലിസത്തിൽ നമ്മൾ കാണുന്നത്. സ്ട്രക്ചറലിസം ഒരു സിഗ്നിഫിക്കേഷൻ പ്രോസസ്സാണ്. എങ്ങനെ മീനിങ്ങിനെ ഡിറൈവ് ചെയ്യാൻ പറ്റും, എങ്ങനെ മീനിങ്ങിനെ അസ്യൂം ചെയ്യാൻ പറ്റും. സോ അതിനെ അല്ലെങ്കിൽ ആ ഒരു കോമൺ ആ സമയത്തെ കണ്ടംപററി ആയിരുന്ന ആ ഒരു പ്രോസസ്സിനെ കമന്റ് ചെയ്യണം. They wanted to make a comment upon that. They wanted to decipher that. They wanted to make an explanation on that process. And if there is something wrong with that process, they wanted to expose that also. So addressed the process of meaning production through signification, linguistic logic of meaning production in all fields. ഞാനത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ആക്കി കൊടുത്തേക്കുന്നതാണ്. They wanted to address the process of meaning production through signification. സിഗ്നിഫിക്കേഷൻസിലൂടെ, അതായത് ലിംഗ്വിസ്റ്റിക്സിൽ സപ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള മീനിങ് പ്രൊഡക്ഷനെ കുറിച്ച് they wanted to make some comments, അല്ലെങ്കിൽ they wanted to understand what is the linguistic logic of meaning production in all fields. Understanding and seeking meaning in an interdisciplinary way. അതായത് they did not want to confine to a particular genre or a particular feature. They did not want to restrict themselves to or their theorization into a particular literal text. പക്ഷെ they actually understood that the whole idea of meaning is not confined to a particular text. Rather, it is interdisciplinary. It has been vested around various genres, various realms, be it history, politics, economics, geography. So they wanted to combine all these genres, all these various fields of knowledge, and make their suppositions to work along with all these fields. അതായത് മീനിങ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ഒരു പെർട്ടിക്കുലർ ജാനറിനോടോ ഒരു പെർട്ടിക്കുലർ ഫീൽഡിനോടോ റെലംത്തിനോടോ ബന്ധപ്പെട്ട് മാത്രം കിടക്കുന്നതല്ല, മറിച്ച് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. പല രീതിയിലുള്ള പല ഫീൽഡുകളുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്, പല ഡിസിപ്ലിൻസിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. സോ their theorization was also consisting of all these fields, connecting all these fields, combining and coordinating all these fields in order to understand the very process of meaning production. So opposition of inherent ways of thinking, അതൊരു വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് തിയറിയുടെ. ഒപ്പോസിഷൻ ഓഫ് ഇൻഹെറിറ്റഡ് വേസ് ഓഫ് തിങ്കിങ്, challenging, destabilizing, undermining, and subverting the fundamental aspects and concepts and findings. So they wanted to, theory actually opposed the inherited ways of thinking. That means the ways of thinking that we have inherited from our predecessors, like the philosophy that we have acquired from long back, starting from Aristotle, അല്ലെങ്കിൽ അതിനു മുമ്പാണെങ്കിൽ the religious philosophies, ഡെക്കാർത്തിന്റെ ഫിലോസഫി, അല്ലെങ്കിൽ കാന്തിന്റെ ഫിലോസഫി, അങ്ങനെ ഒരുപാട് പേരുടെ ഫിലോസഫീസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. So they wanted to oppose and criticize this philosophy. They wanted to bring all these philosophies into a particular corner where they can put it into the lenses of criticism and understand whether there is anything fundamentally wrong with this. So looking at it with much suspicion, or in order to find what there is to explore new. So that was the purpose of theory. That was also the functional logic of theory actually. ഓക്കെ, രണ്ടാമത്തെ സെമിനൽ ഫീച്ചർ എന്ന് പറയുന്നത് ഡീസെൻട്രിങ് ഓഫ് ദ സബ്ജക്റ്റ് ആണ്. ആക്ച്വലി ഡീസെൻട്രിങ് ഓഫ് ദ സബ്ജക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ ഒപ്പോസിഷൻ ഓഫ് ഹ്യൂമനിസം. ബേസിക്കലി ഹ്യൂമനിസത്തിന്റെ ഓപ്പോസിഷൻ. കാരണം ഹ്യൂമനിസത്തിന്റെ ഓപ്പോസിഷൻ എന്ന് പറയാൻ കാരണം ഹ്യൂമനിസം ആണ് ഇവിടെ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന സബ്ജക്ട്, അല്ലെങ്കിൽ നമ്മൾ 1950s വരെ കണ്ടിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുന്ന സബ്ജക്ട് എന്ന് ടെക്സ്റ്റുകളിൽ കാണുന്ന അല്ലെങ്കിൽ കൾച്ചറൽ തിയറികളിൽ കാണുന്ന സബ്ജക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ ക്രിയേറ്റ് ചെയ്തിരുന്നത് ശരിക്കും ഹ്യൂമനിസം ആണ്. അപ്പൊ ഹ്യൂമനിസത്തിന്റെ സബ്ജക്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ, ഐഡന്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ എതിർക്കുക അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് that was one of the features of literary theory, that they have done it very rigorously, that even the subject criticism of subject has gone up to such a level where it has been decentered, it has been redefined, and it has brought a very different dimensions of meaning. Human beings or author is a coherent identity who is endowed with a purpose and affects the production of meaning. So what did they criticize is basically they were looking at various kinds of subjects, like human beings,
Basically, they were looking at authors. As I was also mentioning about the post-structuralist work by Roland Barthes, the death of the author. He was actually decentering or relocating the centrality of author in a literary text. So the same way, if you are looking at what deconstruction or what post-structuralism is doing, see, they were looking at human subjects or the subjects of a text, and they were taking out this subject and telling that what all ideas were attributed to an author, the major attributed ideas that were associated with author was author is a coherent identity, or author is writing a text with a purpose, or author is producing meaning through himself. അതായത് ഓതർ എന്ന് പറയുന്നത് ഒരു ഒറിജിൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് നമ്മൾ എപ്പോഴും കണ്ടിരുന്നത്. ഓതർ ഈസ് നോട്ട് ആൻ ആക്ഷൻ, ആക്ച്വലി എ പോയിന്റ് ഓഫ് ഒറിജിൻ എന്ന് എന്ന് ശരിക്കും പോസ്റ്റ് സ്ട്രക്ചറലിസം വാദിക്കുന്നുണ്ട്. അതായത് കൊഹറന്റ് ഐഡന്റി, ഓതറിന്റെ ഒരു കൊഹറന്റ് ഐഡന്റിറ്റി അല്ല. ഓതർ ഈസ് ജസ്റ്റ് എ പ്ലെയർ. Author is not endowed with the purpose to write something else, something very high, very venerable or very elite. Rather, author is an accidental player in the process of producing a work. So, according to them, we know that work is not actually the product of an author or a writer. Rather, it is a product of the whole system of language. So, author is just the one who plays the role of a compiler in that whole process. So they criticize the very idea of author, through which they criticize the subject, or they may be putting a criticism upon, putting a heat upon the very idea of subject itself. So strips it or its origins and controlling powers, or eliminate the possibility of controlling agency in language. And പറഞ്ഞു already. So they wanted to strip the originating and controlling power of a subject. A subject may be author, അല്ലെങ്കിൽ ഒരാളുടെ ഒരു സബ്ജക്റ്റിന്റെ ഒറിജിനേറ്റിംഗ് പവർ അല്ലെങ്കിൽ കൺട്രോളിംഗ് പവർ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക, അതിനെ സ്ട്രിപ്പ് ഓഫ് ചെയ്യുക, എലിമിനേറ്റ് ദ പോസിബിലിറ്റി ഓഫ് കൺട്രോളിംഗ് ഏജൻസി ഇൻ ലാംഗ്വേജ്. അതായത് ലാംഗ്വേജിൽ ഒരു സബ്ജക്റ്റിന് കൺട്രോളിംഗ് ഏജൻസി, സബ്ജക്റ്റ് ഒരു കൺട്രോളിംഗ് ഏജൻസിയാണ് എന്ന്, മീനിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഏജൻസി ആണെന്നുള്ള ആ ഒരു ഐഡിയയെ ക്രിട്ടിസൈസ് ചെയ്യുക. ലിവിങ് ദ യൂസ് ഓഫ് ലാംഗ്വേജ് an unregulatable and undecidably play of purely relational elements. അതുവഴി അവരെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ശരിക്കും അൺറെഗുലേറ്റബിൾ ആണ്. ഇറ്റ് കനോട്ട് ബി റെഗുലേറ്റഡ് ബൈ an agency, it cannot be regulated by a particular person, and also undecidable play. It's an undecidable play, purely of purely relational elements. So there is no role for subject, there is no role neither for the author nor for the for the person or maybe the characters within a text to determine what is the meaning or what is not the meaning. Okay, it's totally out of control of them. It is totally unregulatable. It's undecidable by any of these subject positions. So for many deconstructive critics, the subject or the author or the narrator of a text becomes itself purely a linguistic product. As Paul Deman has put it in an allegory of reading, was rightfully reduced the subject to the status of a mere grammatical pronoun. So അതൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കൊടുത്തേക്കുന്നതാണ്. എന്താണ്, what did they actually want to do with the author? How did they placed the identity of author in the context of post-structuralism? They just reduced it into a purely linguistic product, rightfully reduced the subject to the status of a mere grammatical pronoun. The death of the author uniquely in the death of the author, we find the same thing. I mean, uniquely individual and purposive author who is conceived as the cogito or the origin of all knowledge. So death of the author ഞാൻ ഓൾറെഡി പറഞ്ഞു, ബാത്ത് ചെയ്യുന്നത് ഇത് തന്നെയാണ്. അതായത് യുണീക്ലി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർപ്പസീവ് ഓതറിനെ, purposive author who is also the cogito, I mean who is the center of consciousness, center of presence, center of meaning, origin of knowledge, that is what is being criticized, that is what is being dismantled by Barthes in the death of the author. Thereby they are also stating that subject is a cultural construct. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റീഡിംഗ് ടെക്സ്റ്റ് ആൻഡ് റൈറ്റിംഗ് ആണ്. സോ ദേ വർ looking at the process of reading a text and also the process of writing a text. Both these aspects of a textual production were discerned or maybe analyzed by deconstruction. And what did they do was actually decentering or deletion of author leaves the reader or interpreter as the focal figure in post-structuralist account of signifying practices. Okay, in the process, in the context of the process of reading, what did they do is actually they decentered the text. I mean, decentering means taking the center of the text. Who was the center so far? It was
the author. So taking the author out of the text, making him insignificant. See, they liberated the text, and the author takes, actually the reader takes the position of not center, but the reader takes a position that is more prominent than the author, and the focus of the text is totally reversed, whereby what happens? Um, whereby meaning, the process of meaning production and also the nature of meaning is totally changed, and reading as an impersonal process. So according to post-structuralism, reading is not a personal process, rather it is an impersonal process. It is not a process that is supposed to, that is very defined by a particular person, rather it is a process. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ every reading is creating its own meaning. So that means there is no general meaning. There is only unique meanings that is being perceived by each and every individual. Okay, what reading engage is no longer called a literary work. Reading engaging a text. So far we were calling reading as a literary work. I mean, reading നമ്മൾ ലിറ്ററി വർക്കിനെ റീഡ് ചെയ്യുന്നു എന്ന് പറയും. പക്ഷെ in the context of the post-structuralism, we don't say that we are reading a work, rather we say that text. So a text in the word is applicable to many fields, many things. Like if you are looking at a butterfly and trying to make some meaning out of it, you are looking at a text, not a work. So that is a text. So text can be anything that you are putting into introspection or putting into analysis. So that is a change. It's a change from the work to the text in the reading, in the process of reading. Text represented as manifestation of a creature. So in that context, text is actually a manifestation of a creature. A creature is another word that was coined by Derrida. So you can look at that word. A creature means actually that is of all-inclusive textuality or writing in general. So text represents a manifestation of a creature. According to post-structuralism, everything is a creature. I mean, part of a creature. A creature means an all-inclusive textuality, writing in general. Writing here doesn't mean that writing with language in the text. The whole world is like a text. It's all inclusive context, the whole inclusive context of meaning production, or the meaning is actually called a creature, and we are all taking part in the larger field of a creature when we are trying to read a text, or when we are engaging with a text. No text can mean what it seems to say. That is very simple because we know that meaning is so unpredictable. Meaning is not at all part of a person or of a reader. Rather, it is so different. It is so versatile. It is so diverse. Now, text seems to have seems to have a definite meaning, or a meaning that is preconceived. Okay, death of the author an example ആണ് ഞാൻ പറഞ്ഞേക്കുന്നത്. Stanley Fish's version of reader response criticism, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പ്രോസസ് ഓഫ് റീഡിങ്ങിന്റെ. All the meanings and formal features seemingly found in a text are projected into the printed marks by each individual reader. അതായത് ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ടെക്സ്റ്റ് ക്യാൻ മീൻ വാട്ട് ഇറ്റ് സെയിംസ് ടു സേ, നോട്ട് ടെക്സ്റ്റ് ക്യാൻ മീൻ. അതായത് അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് സ്റ്റാൻലി ഫിഷ് പറയുന്നതാണ്, മീനിങ് എന്ന് പറയുന്നത് ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ദി with respect to the readers. So every text is being read differently by different readers. ഇനി നാലാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് ഡിസ്കോഴ്സ് ആണ്. പല രീതിയിലുള്ള ഡിസ്കോഴ്സ് പോസ്റ്റ് സ്ട്രക്ചറലിസം വരുമ്പോൾ നമ്മൾ കാണുന്ന പല രീതിയിലുള്ള ഡിസ്കോഴ്സസിനെ കാണുന്നുണ്ട്. അതിൽ കോൺസെപ്റ്റ് ഓഫ് ഡിസ്കോഴ്സ് മേജറായിട്ട് രണ്ടാണുള്ളത്. ഒന്ന് പോസ്റ്റ് സ്ട്രക്ചറലിസം അല്ലെങ്കിൽ പോസ്റ്റ് തിയറി കൊണ്ടുവന്ന ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഐഡിയ, ഫൂക്കോ കൊണ്ടുവന്ന ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഐഡിയ. So according to theory in general, discourse has become a very prominent term, supplementing text as the name for the verbal material, which is the primary concern of the literary criticism. So text എന്ന് പറയുന്ന ഒരു കോണ്ടെക്സ്റ്റിനെ അല്ലെങ്കിൽ ആ ഒരു നെയിമിനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുന്ന രീതിയിലേക്ക് ഡിസ്കോഴ്സ് കടന്നു വരുന്നുണ്ട് തിയറിയുടെ സമയത്ത്. സോ ഡിസ്കോഴ്സ് അനാലിസിസ് ഒക്കെ ഈ ഒരു സമയത്താണ് വരുന്നത്. സോ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന കുറച്ചുകൂടെ ജനറിക് ടേം ആണ്. ടെക്സ്റ്റ് പോലെ അത്രയും കൺഫൈൻഡ് ആയിട്ടുള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള ടൈം അല്ല. ഡിസ്കോഴ്സ് ഈസ് സംതിങ് ദാറ്റ് ക്യാൻ ബി അനലൈസ്ഡ്. സോ ഈ ഡിസ്കോഴ്സ് ഒരു തിയറിയുടെ ഒരു ഫോർമൽ ടെർമിനോളജിയാണ്. ക്യാൻ ബി യൂസ്ഡ് ഫോർ ടെക്സ്റ്റ്, ഫോർ വർക്ക്, ഫോർ കോണ്ടെക്സ്റ്റ്, മെനി തിങ്സ്. Discourse has become the focal term among critics who oppose the deconstructive concept of general text that functions independently of particular historical conditions. So when they considered discourse, they wanted to place it in opposition with the general idea of text, because we know that in the traditional literary theory, text was so defined, so very specifically defined.
with the terms, with the meaning conditions, with its structurality. So text was a very clearly defined term during the general criticism, or maybe during the pre-theories time. So when it comes to theories time, they wanted to substitute this very used up, very conventional, very rigid, very defined term of text, very defined term of text with something that is called discourse, which is much preferably complex, fluidic, and also capable of include many aspects and dimensions of the so-called post-structuralist concept of text. So that was another aspect of discourse. They conceive of discourse as social parlance or language in use, and consider it to be both the product and manifestation not of timeless linguistic system, but of particular social conditions, class structures, power relations that alter drastically in the course of history. So another dimension of discourse is that they conceive discourse as a social parlance, a um, social, what is it called? Um, Social dialogue, maybe we can say a social dialogue or a language in use, and considered to be the both product and manifestation of the. So discourse was something like like a, 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 what is good? It's a dialogue of a society. It's a language. It can be a language in use. So that may be a discourse. What is relevant there in a particular time, at a particular context. So it was also the construct of or manifestation of not just a timeless linguistic system, but rather it was conditioned by particular social order, class, structure, power relations. So discourse was very unique to a particular time and to a particular place. That is what they have drawn very specifically about the idea of discourse. That by thereby they are also challenging the very idea of general text defined by the traditional criticism. They were telling that. Text, the basic features of text, the traditional critics are telling that the basic features of text are timeless. They are very well defined. They are very general. They are not going to, they are unchangeable. They cannot be affected with change. So that idea is totally changed with the insertion of this particular notion of discourse. And when it comes to Foucault, there is another interesting diversion in the whole idea of discourse. According to Foucault, discourse is a larger field in which one can situate a particular thing as an existing in relation to another or in opposition to another. In this, reference has to be treated with total anonymity, with no origin or center, as existing in interconnections. So according to Foucault, discourse is a larger field in which one can situate a particular thing as existing in a relation to another. A discourse എന്ന് പറയുന്നത് it's a field ആണ്. A larger field, it's a larger field which can be situated. അത് ആ ഒരു ഫീൽഡിനെ നമുക്ക് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്? We can be located in connections with other things. So if you are looking at politics as a discourse, see, how can we locate politics? If I am trying to learn about politics, what is the possible ways? What are the possible ways in which I can locate my discourse of politics? I will definitely have to connect with a lot of things. Like if I'm going to politics, I will have definitely make references to economics, make references to geography, make references to um, like literature, arts. I also have to make reference to fashion, culture, medicine. A lot of things are actually coming into connection with this idea, I mean, this discourse of politics. That is why he's telling that it is both a product and manifest. Sorry, it is existing in relations to another and opposition to another. So the analysis of this discourse, or maybe the existence of discourse, is in this complex interrelationship. And in this reference, here to be treated with a total anonymity, with no origin. And once I am trying to locate the discourse of politics, I should never be prejudged in my mind to think that this discourse is something having that is having an origin or an existing or a center. Rather, I would say that this the very idea of contemporary politics I am taking as a discourse has no origin, because it is being created by the systems that are existing now, and also the system that has been existing here, and the system that would be coming later, that will be following. So this is a process of mutual constitution. There is no origin, there is no beginning, there is no end. So this is basically existing in relations and interrelations. So that is what Foucault was telling. That is why Foucault also speaks of, when he speaks about power, he is telling that power exists in relations. Power is vested in individuals. Power is knowledge. He compares knowledge with power, and tells that
power. For example, medicine is a knowledge. I mean, medical science is a knowledge. So if you are looking at medical science as a knowledge, you can easily understand how power works. Because, for example, a doctor equipped with the degree of a of MBBS or maybe of medicine, he has the power to control the people. And if he is telling to a patient that you are sick with a particular disease, I mean, you are affected by a particular disease, and he is being, and thereby whatever he has, I mean, the patient has can be controlled by the doctor. He is telling that you should follow this particular diet, you should not drink this one thing, this thing, you should not do these things. I mean, the total control of the body has been taken by the physician, by just being a physician. So that is the power of knowledge. And he is also telling, Foucault is also telling, this power works in person, I mean, connection. That means if the doctor has no patient to execute his power, there is no power existing. So this power perfectly exists in connection. This power is perfectly invested in people, and this power is sometimes positive, because that power has to be executed in order to cure this particular patient. So that power has a positive dimension also, except from the whole idea of power that was being discussed by previous philosophers like Marx, or maybe Hegel, or coming Habermas, or all these philosophers. When Foucault's power is quite different, and it's very, very dynamic. Okay, we'll have a quick go through through these 5 and 6 points. Subversion of the apparent meaning to the unstable and self-conflicting nature of language. So they want, I mean, post-structuralist wanted to subvert the apparent meaning. I mean, we always think that there is a very explicit meaning to every text. ഒരു വളരെ evident ആയിട്ടുള്ള ഒരു meaning എല്ലാ ടെക്സ്റ്റിനോടും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. So they will just say that we need to subvert this apparent meaning, because this apparent meaning is a fiction. It is not real. It's a deception. So language is always conflicting in self-conflicting and stable in nature. So there is no apparent meaning possible in language. ഈ ഒരു സംഭവം നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസിലാണ്. സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിൽ നമ്മൾ സർഫസ് മീനിങ്ങും മാനിഫെസ്റ്റ് മീനിങ്ങും ഒക്കെ കാണുന്നതാണ്. സർഫസ് മീനിങ് ഉണ്ട്, മാനിഫെസ്റ്റ് മീനിങ് ഉണ്ട്, ഡിസെപ്ഷൻ ഉണ്ട്, പിന്നെ ലേറ്റന്റ് മീനിങ് ഉണ്ട്. അങ്ങനെ പല ടേംസ് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസത്തിലാണ് ശരിക്കും ഈ ഒരു മീനിങ്ങുകളുടെ different meanings-നെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. Meanings of a text as a disguise or a substitution for underlying meaning which cannot be overlaid because they are suppressed by psychic or ideological discursiveness. So ഈ ഒരു ആശയം ശരിക്കും മീനിങ്ങിന്റെ ഒരു contingent nature അല്ലെങ്കിൽ ഒരു ഫ്ലീറ്റിംഗ് നേച്ചറിനെ കുറിച്ച് സൈക്കോ അനാലിസിസ് ആണ് ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത്. പ്രത്യേകിച്ച് ഡ്രീം അനാലിസിസിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ലക്കാന്റെ വർക്കിൽ വരുമ്പോൾ ഹൗ സിഗ്നിഫൈഡ് ആ ഒരു കോമ്പിനേഷനിൽ എങ്ങനെയാണ് ഒരു ലാംഗ്വേജിന്റെ മീനിങ്, അതായത് സൈക്കിക് ഇന്റർപ്രിട്ടേഷൻസ് എങ്ങനെയാണ് ഒരാൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു ഡ്രീം എങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് സൈക്കോ അനാലിസിസിൽ ലക്കാൻ പറയുന്നുണ്ട്. സോ ഈ ലേറ്റന്റ് മീനിങ്ങും മാനിഫെസ്റ്റ് മീനിങ്ങും അവിടെ വളരെ എന്താ പറയുന്നത്, വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. സോഷ്യൽ ആൻഡ് സൈക്കോ അനാലിറ്റികൽ ക്രിറ്റിസിസം ഓഫ് ഡിസ്കോഴ്സ് കൺസിഡേഴ്സ് മീനിങ് ആസ് എ ടെക്സ്റ്റ് ആസ് ഡിസ്റ്റോർഷൻ ഡിസ്പ്ലേസിംഗ് ദ ടോട്ടൽ ഒക്ലൂഷൻ ഓഫ് ഇറ്റ്സ് റിയൽ മീനിങ്. സോ അതായത് സൈക്കോ അനാലിസിസിനെ സംബന്ധിച്ചിടത്തോളം മീനിങ് ഓഫ് എ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിസ്റ്റോർഷൻ ആണ്, ഒരു ഡിസ്പ്ലേസ്മെന്റ് ആണ്, അല്ലെങ്കിൽ ടോട്ടൽ ഒക്ലൂഷൻ ഓഫ് ഇറ്റ്സ് റിയൽ മീനിങ് ആണ്. സോ they are looking at the unconscious aspects of a text. So what is hidden within the text? So the meaning that is hidden, there is a meaning always hidden from the parent meaning. അടുത്തത് മേജർ പോയിന്റ് എന്ന് പറയുന്നത് റിലേറ്റിവിസം ആണ്. All asserts truth and values and normal norms are relative to the predominant culture at a given time and place, or else to the ideology of a particular economic, social, ethic and interpretive class, or else to the subjective conditions of the particular individual or type of individuals. Okay, according to relativism, all asserts truths and values, or certain truths and values and cultural norms are related to. ഇത് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിന്റെ ഒരു മേജർ ആശയമാണ്. അത് യൂണിവേഴ്സാലിറ്റി ഓഫ് ഐഡിയ, വാല്യൂ ഒന്നും ഇല്ല എന്ന് പറയും. യൂണിവേഴ്സൽ അല്ല, വാല്യൂസും ഐഡിയാസും ഒന്നും, മൊറാലിറ്റിയും ഒന്നും യൂണിവേഴ്സൽ അല്ല, മറിച്ച് ദേ ആർ ഓൾ റിലേറ്റീവ്. ദേ ആർ ആർഗ്യൂയിങ് ദാറ്റ് എല്ലാ അസേർട്ടഡ് ട്രൂത്തുകളും, എല്ലാ വാല്യൂസും, കൾച്ചറൽ നോംസും ആ ഒരു സമയത്തെ, ആ ഒരു പ്ലേസിലെ, ആ ഒരു എന്താ പറയുക, സോഷ്യോ പൊളിറ്റിക്കൽ, കൾച്ചറൽ, എത്തിനിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷന്റെ പ്രൊഡക്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ട്രൂത്തുകളും, എല്ലാ വാല്യൂസും കാലം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. എവറിത്തിങ് ഈസ് റിലേറ്റീവ്. ഓക്കെ,
It's not absolute, but rather it is a relative. Counter theoretical challenges. ഇനി നമ്മൾ പോസ്റ്റ് സ്ട്രക്ചറലിസം എടുത്താൽ തന്നെ പോസ്റ്റ് സ്ട്രക്ചറലിസം was full of theorizations. Everything they were trying to theorize, everything they were trying to challenge. So there was also responses towards this overuse of theory, and they came out to be counter theoretical challenges. The theory on the criticism on theory okay, against theory by Stephen Knapp and Walter Ben Michaels 1982 work was like looking at this very theorization. I mean, theorizing everything and putting everything into the context of language was criticized by this in this work against